നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഇത് പെരുമ്പള്ളിച്ചെറിയിൽ അതിവിസ്തൃതമായ സ്ഥലത്ത് 14ഓളം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപനങ്ങളുമായി അതിൻ്റെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ ഹോസ്റ്റലിലെ മാലിന്യം സെപ്റ്റി ടാങ്ക് പൊട്ടി ഒഴുകിയതാണ് വിഷയം. സമീപത്തുള്ളത് ഗുരുനഗർ നിവാസികൾ. ഇതിൻ്റെ 150 മീറ്ററിൽ കുടിവെള്ള പദ്ധതി. നാട്ടുകാർ അവകാശപ്പെടുന്നത് ഈ ടാങ്കിൽ നിന്ന് മലിനജലം ഈ കാണുന്ന റോട്ടിക്കളുടെ ഒഴുകി പറമ്പിൻ്റെ തൊണ്ടിൽ കൂടെ കുളത്തിൽ പതിച്ചു എന്നാണ് അവർ പറയുന്ന അവകാശം. ഇതുമായി ബന്ധപ്പെട്ട് ചില ഓൺലൈൻ മാധ്യമങ്ങളും മറ്റ് ചാനലുകളും സ്ഥാപന ഉടമയുടെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് തന്നെ വാർത്തകളും ചെയ്തു. എന്നാൽ സംഗതി ഗൗരവം ഉള്ളതാണെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ രീതി വളരെ ലളിതമാണ്. 14ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് ആയിരക്കണക്കിന് കുട്ടികൾക്ക് മലവിസർജനത്തിനുള്ള സൗകര്യങ്ങൾ അതിഗംഭീരമായി തീർത്തിരിക്കുന്ന ടോയ്ലറ്റ് സംവിധാനങ്ങൾ മറ്റൊരു കോളേജുകളിലും കാണാനും സാധ്യമല്ല. അതുകൊണ്ടാണ് സംസ്ഥാന തലത്തിലെ കലോത്സവം വരെ ഇവിടെ നടത്താൻ തീരുമാനിച്ചത്. കലോത്സവം നടക്കുന്നതിൻ്റെ ഭാഗമായി ടോയ്ലറ്റുകൾ കൂടുതൽ കുട്ടികൾ ഉപയോഗിച്ചതിനാലും ഇതിൻ്റെ ടാങ്ക് ഗ്യാസ് മുട്ടി പൊട്ടിയതാണെന്നാണ് പ്രഥമ ദൃഷ്ടിയാൽ കാണപ്പെടുന്നത്. ഇത് രാത്രി 12 മണി ആയതിനാൽ മറ്റ് നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ മാനേജ്മെൻറ്റിന് സാധിച്ചില്ല. ഇത് മനഃപൂർവ്വം പൊട്ടിച്ചൊഴുക്കിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. 14ഓളം വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഉടമ ഒരിക്കലും ഒരു നാട്ടിലെ കുടിവെള്ളം മുട്ടിക്കാനോ മലിനപ്പെടുത്താനോ തയ്യാറാവില്ല എന്ന് മാനേജ്മെൻറ്റിനെ അറിയാവുന്നവർക്ക് ആർക്കും അറിയാം. ഈ പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്താൻ ചില ഓൺലൈൻ മാധ്യമങ്ങളിലും മറ്റ് ചില ചാനലുകളിലും വാർത്തകൾ വന്നെങ്കിലും ഇതിൻ്റെ യഥാസ്ഥിതി നാട്ടുകാരും മാനേജ്മെൻറ്റും വളരെ കാര്യങ്ങളുമായി സംസാരിച്ചപ്പോൾ വളരെ ലോകത്തിലാണ്. ഇവിടെ പ്രസ്ഥാനത്തിൻ്റെ മാനേജ്മെൻറ്റും നാട്ടിലെ വേണ്ടപ്പെട്ടവരും നേരിട്ട് സംസാരിച്ചപ്പോൾ വിഷയങ്ങൾ മിതമായ രീതിയിൽ തന്നെ ഒത്തുതീർപ്പിലായി. വെളിയിലേക്ക് വന്ന മലിനമെല്ലാം കോരി മാറ്റണം, കിണർ തേകി കൊടുക്കണം, കിണർ വരെയുള്ള തൊണ്ട് വൃത്തിയാക്കിയിടണം. ഇതൊക്കെയാണ്. കിണറ്റിലെ വെള്ളം അശുദ്ധമായിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ കിണർ തന്നെ കുത്തിക്കൊടുക്കാൻ തയ്യാറിലാണ് മാനേജ്മെൻറ്റ്. പ്രഥമ ദൃഷ്ടിയാൽ മലിനജലം കുളത്തിൽ എത്തണമെങ്കിൽ കടുത്ത മഴ പെയ്യണം. മുകളിൽ നിന്ന് മഴവെള്ളിൽ പാച്ചിലിൽ മാത്രമേ ആ മലിനം താഴേക്ക് എത്തുകയുള്ളൂ. എന്തായാലും നാട്ടിലെ ആൾക്കാരുടെ ആവശ്യമനുസരിച്ച് കുളത്തിലെ വെള്ളം തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ കോളേജിൻ്റെ പരിസരത്തുള്ള ഓടയിലേക്ക് ഒഴുകി എത്തിയിരിക്കുന്ന മാലിന്യങ്ങൾ ബ്ലീച്ചിങ് പൗഡർ ഇട്ടതിന് ശേഷം തൂമ്പായിക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർക്കും ഇത് തന്നെയാണ് ആവശ്യം. കുടിവെള്ളം മലിനമാവാതെ നോക്കിയാൽ മതി ഭാവിയിൽ. നിങ്ങൾ നാട്ടുകാരെന്ന രീതിയിൽ ഇതിൻ്റെ ഒരു അഭിപ്രായം എന്താണ് നിങ്ങളുടെ രീതിയിൽ? ഞാൻ 25 വർഷമായിട്ട് ഇതിനകത്ത് ചെയർമാനും സെക്രട്ടറിയും കമ്മിറ്റി ആയിട്ട് ഇരുന്ന ഒരാളാണ്. ഇത് 25 വർഷമായി ഈ കുളം ഇവിടെ ഉണ്ടാക്കിയിട്ട്. ഞങ്ങൾ 32 പേര് കൂടിയാണ് ഈ കുളം ആരംഭിച്ചത്. ഉദ്ഘാടനം PJ ജോസഫ് സാറായിരുന്നു. അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ വളവിൽ ആ കയറ്റത്തിലാണ് അവിടെ സ്റ്റേജൊക്കെ കെട്ടി അവിടെ ചെയ്തപ്പോൾ 72 പേരായി. ഇന്ന് 108 പേരുണ്ട്. ഇപ്പോൾ 26 പേര് കണക്ഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ കണക്ഷൻ അങ്ങനെ കൊടുക്കാൻ നിവൃത്തിയില്ല. ഇത് ഈ നല്ല ശുദ്ധമായ കുടിവെള്ളം നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. കുടിവെള്ളം നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. എങ്ങനെയാണ് 25 കൊല്ലം കണ്ണിലുണ്ണി കൊച്ചുങ്ങളെ നോക്കണ പോലെയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ മലിനീകരണം വന്നപ്പോൾ ഞങ്ങൾക്ക് സഹിക്കില്ല. ഇത് ഒന്ന് വന്നതായിരുന്നു. ഇദ്ദേഹം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഒരു 6-7 കൊല്ലമായില്ലേ. 6-7 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ പ്രശ്നങ്ങൾ കൊണ്ട് 3-4 ഇടത്തേക്ക് ഞങ്ങൾ നിവേദനമൊക്കെ കൊടുത്ത് ഇത് 3 കൊല്ലത്തേക്ക് ഞങ്ങൾ ക്ലോസ് ചെയ്യിപ്പിച്ചതാണ്. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇവരെല്ലാവരും കൂടെ സന്ധിച്ച് ഇനി മേലിൽ ഇതിങ്ങനെ ഉണ്ടാവില്ല, ഈ 1ാം നിലയിലില്ല 2ാം നില മുതൽ ടാങ്ക് കെട്ടി കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാമെന്ന് പറഞ്ഞു. അതെല്ലാം അവർ നല്ല ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു. ഇല്ലാത്തൊന്നും പറയില്ല. പിന്നെ അതിന് ശേഷം ഞങ്ങളിത് പിന്നെ അന്വേഷിക്കാറില്ല. അപ്പോൾ ഇവർ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞോളാമെന്നാണ് പറഞ്ഞത്. ഇവരൊരു കാര്യം പറഞ്ഞില്ല. ഉദ്ഘാടനത്തിലൊക്കെ വിളിച്ച് ഞങ്ങൾ നല്ല ഭംഗിയായിട്ട് ഉദ്ഘാടനത്തിലൊക്കെ പോവുകയും ചെയ്തു. അതിൻ്റെ ഫോട്ടോയൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ട്. പിന്നെ ഇപ്പം ഈ പെട്ടെന്നുണ്ടായ ഈ മലിനീകരണം ഞങ്ങൾക്ക് സഹിക്കില്ല. ഇത് ഈ മഴ പെയ്തപ്പോൾ ഈ സാധനം പൊട്ടിച്ചു വിട്ടു. അത് ഞങ്ങൾക്ക് സഹിക്കില്ല. അതിനിപ്പോൾ എന്ത് വന്നാലും ശരി, ജീവൻ പോണവിടെ ഞങ്ങൾ 1000 പേര് കുടിക്കുന്ന വെള്ളമായിട്ട്. ഞങ്ങൾ 110 വീട്ടുകാരേ ഉള്ളൂ. ഒരു വീട്ടിലൊരു 3 പേരെങ്കിലും കാണില്ലേ. നിങ്ങളെല്ലാം നാട്ടിൽ ആർക്കും സഹിക്കാൻ പറ്റില്ല. കുടിവെള്ളം മലിനമാകാന്ന് പറഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റില്ല. എന്നാണ് ഞങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഞങ്ങളുടെ ജീവൻ പോയ എനിക്ക് 74 വയസ്സുണ്ട്. ഞാൻ ഇത് 25 കൊല്ലം മുമ്പ് ഞാൻ ഇതിനകത്ത് ചെയർമാനായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്.
ഈ വെള്ള കമ്മിറ്റി എന്തായാലും നമുക്കൊരു സമാധാനമായ രീതിയിൽ ചർച്ചയിൽ കൂടെ ഇത് പരിഹാരമായില്ലേ? പരിഹാരമായിട്ടുണ്ട്. അതായത് ചിലപ്പോൾ പൊട്ടിപ്പോയതായിരിക്കാം, അവർ പൊട്ടിപ്പോയതായിരിക്കാം, പൊട്ടിച്ച് വിട്ടു തരാം. അവരതിന് പരിഹാരം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. താങ്കളോട് പറയാൻ താങ്കളത് പൊട്ടിച്ചു വിടില്ല, അത് ഞങ്ങൾക്കറിയാം. പുതിയ ടാങ്ക് വെച്ച് ആരാന്ന് ഞങ്ങൾ അറിയണം. പൊട്ടിയ ടാങ്ക് വിളിച്ചപ്പോൾ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടേതൊക്കെ നമുക്കറിയാം. നിക്കാവിൻ്റെ സമയം കഴിയുമ്പോൾ അവരെ പറഞ്ഞു വിടും, അതൊക്കെ നമുക്കറിയാം. പിന്നെ എന്തെങ്കിലും ആവട്ടെ, കാര്യങ്ങൾ ഇപ്പോൾ കുളമൊക്കെ തേയിക്കൊണ്ടിരിക്കുക, കുളം തേയിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ മലിനീകരണം ഞങ്ങൾ ടാങ്ക് ഞങ്ങൾ തേകാൻ പോവുക. ഇതിൻ്റെ എല്ലാ ചെലവും ഇവർ മുടക്കം ചെയ്യണം. ഈ കാന ഇവിടുന്ന് മാത്രം പോരാ, ഈ കാന അതേ കണ്ടം വരെ ഇവർ കാന ചവറും ചവറും എല്ലാം ഇവർ മാറ്റണം. ഇതൊന്നും സംഭവിച്ചില്ലെങ്കിലോ ഇവരൊന്നും ചെയ്യുകയും വേണ്ട. ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇപ്പം അവിടുന്ന് ഒരു തുള്ളി വെള്ളം വരാത്ത രീതിയിൽ ഉള്ള പരിഹാരമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഴവെള്ളം വന്നിട്ട് പരാതിയില്ല. മഴവെള്ളം വന്നിട്ട് മഴവെള്ളം നമുക്ക് താഴത്തേക്ക് പോകും. മലിനീകരണമായ വെള്ളം ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല. ഇനി ഇതിലും വലിയ പ്രക്ഷോഭം ഞങ്ങൾ ഉണ്ടാക്കും. ഇത് ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഭയങ്കര വിഷയങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കും. കാരണം കുടിവെള്ളത്തിന് ആൾക്കാർ ഇഷ്ടം പോലെ കൂടും. ഇന്ന് തന്നെ 90-96 പേരുടെ ഒപ്പ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ചേട്ടാ ശരിയാണ്, കുടിവെള്ളമാണ്, നാടിൻ്റെ വെള്ളമാണ്, ആർക്കും ഇത് മലിനപ്പെടുത്തിയാൽ സഹിക്കില്ല. പക്ഷെ നമുക്ക് പ്രശ്നമല്ല, ഇത് വിഷയം പരിഹാരമാണ്. നമുക്ക് വിഷയം ഒരു വിഷയം കത്തിക്കപ്പെരിക്കുകയല്ല, വിഷയം പരിഹാരമാണ്. ആ പരിഹാരം ഇത്രയും വലിയ സ്ഥാപനം എന്ന രീതിയിൽ അവരത് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാലും നാളെ മുതൽ ഇവിടെ ശുദ്ധമായ വെള്ളമായിരിക്കും, മഴവെള്ളമല്ലാതെ ഒരിറ്റ് മാലിന്യം വരെ അങ്ങോട്ട് വരില്ല എന്നാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ നിലപാട്. അല്ലേ? മുതലാളി ഞങ്ങളുമായിട്ട് ഭയങ്കര സുഹൃത്തുക്കളായിട്ട് ജീവിക്കും ഞങ്ങൾ. അല്ലസർ ഹോസ്റ്റലിലെ മാലിന്യങ്ങൾ കൊണ്ട് ഈ കുളം ഒരിക്കലും അശുദ്ധമാകില്ല എന്നും മാനേജ്മെൻറ്റ് നാട്ടുകാർക്ക് ഉറപ്പ് കൊടുത്തു. പിന്നെ ഇവിടെ വിഷയമില്ല എന്നാണ് നാട്ടുകാരും പറയുന്നത്. നമ്മുടെ ഹോസ്റ്റലിൻ്റെ മാലിന്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് STP സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ടാങ്കിൽ നിന്നുണ്ടായ ഒരു വീഴ്ചയാണ് നമ്മൾ ശ്രദ്ധിക്കാൻ കഴിയാവുന്നത്. പെട്ടെന്നുണ്ടായൊരു വീഴ്ചയാണ്. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്. ഞാനത് അവിടെ സ്ഥലത്തെത്തുകയും സന്ദർശിക്കുകയും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും അതിന് വേണ്ട നടപടികളെല്ലാം ഞാൻ സ്വീകരിച്ചിട്ടുമുണ്ട്. അതിന് അല്ലസറിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ നടപടി എടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. ദിവസവും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കുട്ടികളും ഇങ്ങനൊരു സംഭവം ഉണ്ടായതിൽ വളരെ ഖേദമുണ്ട് അല്ലസർ മാനേജ്മെന്റിന്. പിന്നെ ഇപ്പൊ ഈ അടുത്ത കലോത്സവവും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കുട്ടികളും താമസിക്കുകയൊക്കെ ചെയ്തു പോയതാണ്. ഈ സംഭവം ഉണ്ടായത് രാത്രിയാണ് ഉണ്ടായത്, നമ്മൾ ശ്രദ്ധയിൽ വന്നില്ല രാത്രി ഉണ്ടായപ്പോൾ. പക്ഷെ അല്ലസർ മാനേജ്മെന്റ് ഒരിക്കലും ഇത് മനഃപൂർവ്വം ചെയ്തതല്ല. മനഃപൂർവ്വം ചെയ്തതാണെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഒരിക്കലും ഒരു കുടിവെള്ളം മുട്ടിക്കുന്നത് കൂട്ട് നിൽക്കില്ല. അങ്ങനെയുള്ള ആളുകളല്ല ഞങ്ങൾ. അപ്പൊ അതൊരിക്കലും ചെയ്യില്ല. അതോർത്ത് ആരും ബുദ്ധിമുട്ടണ്ട. ഇതിനു വേണ്ട എല്ലാ നടപടികളും ഞാൻ സ്വീകരിച്ചിട്ടുമുണ്ട്. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് അല്ലസർ കോളേജിൽ നിന്നും KK വിജയൻ.